നമസ്കാരം. മനുഷ്യൻ ജനിക്കുന്നത് തന്നെ മരിക്കാനാണ്. ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ പല പ്രതിസന്ധികളെയും അവർക്ക് തരണം ചെയ്യേണ്ടി വരും. അതിലൊന്നാണ് രോഗം. രോഗം ഒരവസ്ഥയാണ്. അത് മാറുകയും ചെയ്യാം, വീണ്ടും വരികയും ചെയ്യാം. ഈ രോഗമെന്ന അവസ്ഥയെ മാറ്റുന്നതിന് ചുമതലപ്പെട്ടൊരു വ്യക്തിയാണ് ഡോക്ടർ. അത് എങ്ങനെ വേണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ഡോക്ടറാണ്. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ അത് ഇവിടെ തന്നെയാണ് ഞാനൊരു ടെസ്റ്റൊക്കെ നടത്തിയത്. ആ ബുദ്ധിമുട്ട് മാറ്റണമെന്ന് പറഞ്ഞ് ഞാൻ പലരെയും സമീപിച്ചു. ആരും പറഞ്ഞ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇനിയൊരു 8 കൊല്ലമൊക്കെ സുഖമായിട്ടിരിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. പക്ഷേ പ്രായമായി വരുന്ന ഒരാളിന് ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സിസ്റ്റർ ഒരു ലാബ് ടെക്നീഷ്യനാണ്. പുള്ളിക്കാരിയുടെ പതോളജിസ്റ്റ് ഡോക്ടർ സൗമ്യ മാഡത്തിനെ കണ്ടു. സൗമ്യ മാഡം എന്നോട് പറഞ്ഞു, സാറിന് ഞാനൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി തരാം, സാർ ആ ഡോക്ടറെ പോയി ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അതെവിടെ വർക്ക് ചെയ്യും? ഞാൻ പറഞ്ഞു നമ്മുടെ SK ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്, സാറിൻ്റെ OP ദിവസത്തിൽ പോയി ടോക്കൺ എടുത്ത് കാണാൻ. അങ്ങനെ ഞാൻ ടോക്കൺ എടുത്ത് ഇവിടെ വന്നു ഒരു മൺഡേ. പക്ഷേ എനിക്ക് 9ാമത്തെ ടോക്കണായിരുന്നു. ഒത്തിരി പേര് ഇരിപ്പുണ്ടായിരുന്നു. എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഒരു മുൻവിധിയോടുകൂടി പോകാറില്ല. അതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും ചോദിച്ചില്ല, ഡോക്ടർ എങ്ങനെയുണ്ടെന്നോ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണോ ഒന്നും വിചാരിച്ചില്ല. എൻ്റെ ടേൺ വന്നപ്പോൾ ഞാൻ അകത്ത് കയറി. അപ്പോൾ സാറ് ഇരിക്കാൻ പറഞ്ഞു, ഇരുന്നു. എന്താ കാര്യം? അപ്പം ഞാൻ എന്നെ പറ്റിയൊക്കെ. പക്ഷേ അകത്ത് കയറിയപ്പോൾ തന്നെ എനിക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്തു. സാറിൻ്റെ ചുറ്റിനും ഒരു ഓറ പോലെ എനിക്ക് തോന്നി. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി അദ്ദേഹത്തിലുണ്ട്. ഞാൻ വന്ന ആൾ ഇത് തന്നെ ആയിരിക്കണം. ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ വിവരിച്ചു. സാർ ഒറ്റ വാക്കിൽ പറഞ്ഞു, ഓ ഇത് നിസ്സാരമല്ലേ, ഇതിപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല, ഇതൊക്കെ നമുക്ക് എടുത്ത് കളയാം എന്ന് പറഞ്ഞു. എപ്പോൾ എടുക്കണം? ഞാൻ പറഞ്ഞു സാറ് പറയുന്നത് പോലെ ഒരു കാര്യം, ഞാൻ കുറേ ടെസ്റ്റൊക്കെ എഴുതി തരാം എന്ന് പറഞ്ഞ് ടെസ്റ്റൊക്കെ എഴുതി തന്നു. അതൊരു ബുധനാഴ്ചയായിരുന്നു. വ്യാഴാഴ്ച ഇവിടെ കൊണ്ടുവന്ന് കാണിച്ചു. വെള്ളിയാഴ്ച എന്നെ അഡ്മിറ്റ് ചെയ്തു. ശനിയാഴ്ച സർജറി കഴിഞ്ഞു. അത് കഴിഞ്ഞ് 3-4 കൊല്ലമായി. എനിക്ക് വീണ്ടും ഒരു ചെറിയ പ്രശ്നം വന്നപ്പോൾ എൻ്റെ മക്കളെ എന്നെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പലയിടത്തും കൊണ്ടുപോയി. അവിടെ നിന്ന് പോയിട്ട് എനിക്ക് തൃപ്തി വന്നില്ല. എൻ്റെ മനസ്സ് ഈ SK ഹോസ്പിറ്റലിലെ ഡോക്ടർ ബൈജു സേനാധിപൻ്റെ മുന്നിലായിരുന്നു. ഞാൻ വീണ്ടും തിരിച്ചു വന്നു, സാറിനെ കണ്ടു. അന്നും ഇതുപോലെ തന്നെ സാറ് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ബൈജു സേനാധിപൻ സാറിൻ്റെ അടുത്ത് വന്നു. സാറ് പറഞ്ഞു നമുക്കത് ശരിയാക്കി കളയാം. അങ്ങനെ കാരണം അദ്ദേഹം ഒരു യഥാർത്ഥ ഡോക്ടറാണ്. ഒരു യഥാർത്ഥ ഡോക്ടർക്ക് മാത്രമേ ഒരു കാര്യം യഥാർത്ഥമായി കണ്ടുപിടിച്ച് ആ അവസ്ഥയെ മാറ്റാൻ കഴിയൂ. പലരും ട്രയൽ ആൻഡ് എറർ നോക്കുന്നവരാണ്. അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹത്തിന് സമീപിക്കുന്ന ഒരു രോഗിയെ എങ്ങനെ അവരുടെ ആ രോഗം മാറ്റി വിടാം എന്നുള്ളൊരു ചിന്ത അദ്ദേഹം ആദ്യമേ തന്നെ അങ്ങ് തീരുമാനിക്കും. അതനുസരിച്ചാണ് അദ്ദേഹം അപ്രോച്ച് ചെയ്യുന്നത്. എപ്പോഴും എനിക്ക് അദ്ദേഹത്തിനെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സാറിനെ കാണുമ്പോൾ എനിക്കൊരു പോസിറ്റീവ്. അപ്പോൾ പല രോഗികളോടും ചോദിച്ചപ്പോൾ അവരും പറയുന്ന അതാണ്. ബൈജു സേനാധിപൻ എന്ന് പറയുന്ന ഡോക്ടർ അതുപോലൊരു മനുഷ്യനാണ്. ഇവിടെ വന്നു, എനിക്ക് വെനസ്ഡേ സർജറി കഴിഞ്ഞു. സർജറി എന്നെ തിയേറ്ററിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ അവിടെ നിൽക്കുന്ന ഡോക്ടർമാരെല്ലാം എന്നെ അനസ്തേഷ്യയ്ക്കുമ്പോൾ കൊണ്ടുപോയി. അവിടെ ചെന്നതിന് ശേഷമാണ് അനസ്തേഷ്യ എന്ന്. രമ മാഡം, അവിടുത്തെ നമ്മുടെ രഞ്ജിത്ത് സാറ്, ടീം, ഇവരെല്ലാവരും. രഞ്ജിത്ത് സാർ എന്ന് പറയുന്നത് നമുക്ക് മയക്കുമരുന്ന് തരുന്ന സാറുണ്ട്, സാറിൻ്റെ യൂണിറ്റ്, അവർ, പീറ്റർ സാറ്, ഇവരെല്ലാവരും ഒരു കോപ്പറേറ്റീവ് മെൻറ്റാലിറ്റിയിലാണ് അവിടെ നിന്നതും എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ തന്നത്. വിത്തിൻ 3 days ഈ സർജറി എന്തായിരുന്നെന്നോ എങ്ങനെ നടന്നെന്നോ എനിക്കറിയില്ല. ഐ ആം ഓൾ റൈറ്റ്, വേണമെങ്കിൽ ഫ്രൈഡേ പോകാമെന്ന് എന്നോട് സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പാടില്ല സാർ, കുറച്ച് ദിവസം കൂടെ ഇവിടെ കിടക്കാം. അങ്ങനെ ഞാൻ IC യൂണിറ്റിൽ കുറച്ച് ദിവസം കിടന്നു. പക്ഷേ ഇവിടുത്തെ നേഴ്സുമാർ നല്ല കോപ്പറേറ്റീവായിരുന്നു. അവർ യൂണിറ്റ് മാറി മാറി, രാവിലെ ഒരാൾ വരും, ഉച്ചയ്ക്ക് വരും, പിറ്റേന്ന് നൈറ്റിൽ ഒരാൾ വരും. പക്ഷെ ആരായിരുന്നാലും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതിൽ 1-2 പേര്, ആതിര മാഡം, പിന്നെ നൂർജഹാൻ മാഡം, നിമ്മി മാഡം, പിന്നെ ഒരു ഇൻചാർജ് ലക്ഷ്മി മാഡം, അതുപോലെ സബ് സ്റ്റാഫുകൾ, വാസ്തവത്തിൽ എല്ലാവരും വളരെ കോപ്പറേറ്റീവാണ്. ഒരു സിസ്റ്റമാറ്റിക്കായിട്ടാണ് ഇവിടെ കാര്യങ്ങൾ പോകുന്നത്. എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ആർക്കും ഒരു പരിഭവമില്ല. നമ്മളെന്ത് പറഞ്ഞാലും അവർ ചെയ്തു തരും. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന സ്ഥലത്താണ് ഇത് ചെയ്യുന്നത്. ഇവിടെ എല്ലാ ഇൻഷുറൻസും എടുക്കും. ഒരു രോഗി അഡ്മിറ്റായി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന സമയത്ത് മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി. അത്തരത്തിലൊരു സംവിധാനം ഇവിടെ ഉണ്ട്.
അത് നയിച്ചുകൊണ്ട് പോകുന്ന നമ്മുടെ കേളൽ പിള്ള സാറാണ്. അതും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ ഇവരെ ആരും പരിചയപ്പെട്ടിട്ടില്ല, കേട്ടതാണ്. ഇവിടുത്തെ സിസ്റ്റം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരു സഫോക്കേഷൻ വന്നപ്പോൾ ദിവ്യ മാഡം, അസ്മിത മാഡം ഇവരെല്ലാവരും ഓടിയെത്തി. അവരും എനിക്ക് വേണ്ടുന്ന എല്ലാ സഹകരണങ്ങളും ചെയ്തു തന്നു. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ പ്രായമായി വരുംതോറും നമുക്കൊരു ദിനചര്യ ആവശ്യമാണ്. അതിവിടെ വന്നപ്പോൾ അത് കൂടുതൽ നമുക്ക് കിട്ടി, ഇവിടുത്തെ ആ സിസ്റ്റം കണ്ടപ്പോൾ. പിന്നെ സമയാസമയങ്ങളിൽ ഡോക്ടർമാർ വന്ന് നമ്മൾ കാണുകയും, ബൈജു സാറ് മിക്ക ദിവസവും എന്നെ കാണാൻ വരും. സാറ് ഈ വാതിൽ കടന്നു വരുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ്. ഞാൻ സാറിനോട് നേരിട്ട് പറഞ്ഞു, ഞാൻ എപ്പോഴെങ്കിലും ചിന്തിച്ചാൽ മതി സാറ് കയറി വരുന്നതാണ്. ഇതുപോലെ ആയിരിക്കും പല രോഗികൾക്കും. അദ്ദേഹത്തിന് എനിക്ക് മുൻ പരിചയമൊന്നുമില്ല, ഇവിടെ വന്നതിന് ശേഷമുള്ള പരിചയമേ ഉള്ളൂ. എന്തായാലും ഐ ആം നൗ ഹാപ്പി ടു ഗോ ഹോം. എനിക്കെല്ലാം, ഞാൻ കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒത്തിരി വർഷം കുട്ടികളെയൊക്കെ പഠിപ്പിച്ചതാണ്. അവരുടെ കഴിവ് എന്തെന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുന്നതാണ് അധ്യാപകത്തിൻ്റെ കഴിവ്. അതുപോലെയാണ് ഒരു രോഗിയുടെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ചികിത്സിച്ച് മാറ്റുന്നതാണ് ഒരു ഡോക്ടറുടെ കഴിവ്. അതിലെന്തായാലും ഇവിടെയുള്ള ഡോക്ടേഴ്സും എല്ലാവരും, പ്രത്യേകിച്ച് എന്നെ ചികിത്സിച്ച ഡോക്ടർക്ക് എനിക്ക് പറയാൻ പറ്റും, ബൈജു സേനാധിപൻ സാർ ഈസ് ഗ്രേറ്റ്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം 2 ദിവസത്തിന് മുമ്പ് മാത്രമാണ് നടന്നത്. പണ്ട് നമ്മൾ ഒരു കോളോറക്ടൽ സർജറി, വൻകുടൽ നീക്കം ചെയ്യുന്ന ഒരു സർജറി കീ ഹോൾ വഴി ചെയ്തിട്ടുണ്ടായിരുന്നു. പേഷ്യൻ്റ് വർഷങ്ങൾക്ക് ശേഷം ഒരു ലിവർ മെറ്റസ്റ്റേസിസ് ആയിട്ട്. അപ്പോൾ അന്ന് അതില്ലായിരുന്നു. നമ്മൾ ചെയ്ത ഭാഗത്തും പ്രയാസങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പം ഈ ലിവറിനകത്തൊരു നൊഡ്യൂള്, അത് ഇച്ചിരി ഒരു സങ്കീർണമായിട്ടുള്ള ഏരിയയിലാണ്. അതായത് ലിവറിനെ 8 സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ 8 സെഗ്മെൻറ്റുകളിൽ 5ാമത്തെയും 6ാമത്തെയും സെഗ്മെൻറ്റിൻ്റെ ഇടയ്ക്കായിട്ടാണ് ലിവർ മെറ്റാസ്റ്റേസിസ് കണ്ടത്. അപ്പം അതിന് പല മാർഗങ്ങളുണ്ട്. അപ്പം അത് സർജറിയാണ് ഏറ്റവും പ്രിഫേർഡ് മാർഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ലിവറിൻ്റെ 2 സെഗ്മെൻറ്റ് 5ഉം 6ഉം നമ്മൾ മറ്റ് ഭാഗങ്ങൾക്ക് രക്തഓട്ടത്തിന് ഹിതം സംഭവിക്കാതെ എടുത്തു മാറ്റുന്നു. അത് ലാപ്രോസ്കോപ്പ് വഴി, അല്ലെങ്കിൽ കീ ഹോൾ സർജറിയാണ്. പഴയ സർജറിയും കീ ഹോൾ സർജറി വഴി തന്നെയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴത്തെ സർജറിയും കീ ഹോൾ സർജറി വഴിയാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കുകയും ഇന്ന് ഡിസ്ചാർജിന് തയ്യാറായിരിക്കുകയാണ്.